ഹലോ ഗൈസ്, ചെമ്പനീർ പുതുപുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലുണ്ടല്ലോ, ആദ്യം തന്നെ നമ്മുടെ വർഷയെ കാണാൻ രേവതി വരികയാട്ടോ. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, നീ ഇത്രയും നാളും ഒരുമിച്ച് നമ്മളൊരു വീട്ടിലാർന്നില്ലേ വർഷേ, നിന്റെ സ്വർണവും പണവും ഒക്കെ എന്തോരം ഉണ്ട് വീട്ടില്. ഞാൻ ഇതേവരെ അത് ഇന്ന് എടുത്തു നോക്കിയിട്ടെങ്കിലും ഉണ്ടോ? നിനക്ക് ഇപ്പൊ എന്നെ അറിയാൻ പാടില്ലേ? നിന്നെ ഞാൻ സ്വന്തം അനിയത്തിനെ പോലെയല്ലേ വിചാരിച്ചിരുന്നത്. ആ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് രേവതി ചേച്ചി അങ്ങനെ ചെയ്യില്ല എന്ന് നിന്റെ ഭാഗത്ത് നിന്നും ഒരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ഒരു മറുപടി നിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ വേറെ എല്ലാം ഞാൻ മറന്നാനെ. നീയും എന്നെ ഒരു കള്ളിയായിട്ടാണല്ലേ കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി കുറെ നമ്മുടെ വർഷയോട് പറയുന്നുണ്ടേ. എന്നിട്ട് വർഷയോട് ഇങ്ങനെയും പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ഇതൊക്കെ ഒന്ന് പറയുവാനോ തെളിയിക്കുവാനോ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആകെപ്പാടെ ഞാൻ കള്ളി എന്നിങ്ങനെ ഒറ്റ പ്രതികാര ബുദ്ധിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നിരുന്നു. അതാണ് സച്ചേട്ടൻ തല്ലിപ്പോയത്. നീ അതൊന്ന് ക്ഷമിക്കുക, നീ തിരികെ വീട്ടിലോട്ട് വാ, ശ്രീകാന്തിനെയും കൂട്ടി വീട്ടിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി വർഷയോട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പുറത്താണെങ്കിലും നമ്മുടെ സച്ചി ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിൽ ചെന്നിട്ട് ശ്രീകാന്തിനോട് സംസാരിക്കുന്നുണ്ട്. എടാ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ശരി. പക്ഷേ അന്ന് അവളെ അങ്ങനെ കള്ളിയാക്കിയപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നീ അച്ഛനെ ഓർത്തെങ്കിലും നീ ഒന്ന് വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രീകാന്ത് വർഷയുടെ ഒപ്പം വീട്ടിലാണെന്നായിരിക്കും നമ്മുടെ സച്ചിയുടെയൊക്കെ ധാരണ. പക്ഷെ ശ്രീകാന്ത് അവിടെ റെസ്റ്റോറന്റിന് പിന്നിൽ തന്നെയുള്ള ഒരു സ്റ്റോർ റൂമിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുമായിരിക്കും. അപ്പൊ ആ മുറിയേക്ക് നമ്മുടെ സച്ചി പോയി കാണുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്? നീ വീട്ടിലോട്ട് വാടാ, നിന്നെ എല്ലാവർക്കും ഇഷ്ടമല്ല, എന്നെ പോലെയാണോ? എനിക്ക് ആകെ അച്ഛമ്മയും രേവതിയും അച്ഛനും മാത്രമേ ഉള്ളൂ. പക്ഷെ നിന്നെ അങ്ങനെയാണോ? നിന്നെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നീ വരാത്തതിൽ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടമുണ്ട്, നീ എത്രയും വേഗം വരണം എന്നൊക്കെ പറയും. അപ്പൊ ശ്രീകാന്ത് പറയും, എന്റെ ഭാര്യ തീരുമാനിക്കുന്നത് പോലെ ഇരിക്കും, അവൾ വന്നാൽ മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് വരികയുള്ളൂ, എനിക്കിപ്പോൾ ഒരു തീരുമാനം പറയാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ട് പോവുകയാട്ടോ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ രേവതിയുടെ വീട്ടിൽ വന്നിട്ട് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്, ഓ, അയാൾക്കല്ലേലും തല്ലാൻ മാത്രമല്ല അറിയാൻ പാടുള്ളൂ, മര്യാദക്ക് പറഞ്ഞ് ന്യായീകരിക്കാൻ പോലും അറിയില്ലല്ലോ, എന്തു വന്നാലും രണ്ടാമത്തേന് അങ്ങോട്ട് തല്ലലാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശരത്ത് നമ്മുടെ രേവതിയുടെ സച്ചിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ രേവതി ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, എടാ, നീ പഠിച്ചൊരു നല്ല ജോലി മേടിക്കാൻ നോക്കടാ, ആ ഒരു കള്ളന്റെ കീഴിൽ ജോലി ചെയ്തിട്ട് നീ സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തുന്നോ എന്നൊക്കെ പറഞ്ഞ് അവര് തമ്മിലൊരു ചെറിയൊരു വാക്ക് തർക്കമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയായിരിക്കും. നമ്മുടെ ശ്രീകാന്തും വർഷയും തിരികെ വീട്ടിലേക്ക് വരുമോ ഇല്ലയോ? വർഷയ്ക്ക് ഏതാണ്ട് ഒരു തെറ്റൊക്കെ മനസ്സിലായി, പക്ഷെ സച്ചിനോടാണ് ദേഷ്യം മൊത്തം, അച്ഛനെ തല്ലി എന്നുള്ളൊരു നിലയ്ക്ക്. അപ്പൊ ആ ഒരു ദേഷ്യം മാറ്റി നമ്മുടെ ശ്രീകാന്തും വർഷയും ഇനി എന്നായിരിക്കും വീട്ടിലേക്ക് എന്നുള്ളതാണ് ഒരു ചോദ്യം, അല്ലേ? കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.